ഓക്കെ. ഗുഡ് മൂവി, നല്ല മൂവിയാ. പ്രദീപിന്റെ ഒരു പഴയ അത് കൊള്ളാം, നല്ല മൂവിയാ. ആവറേജ് ആയിട്ട് തോന്നിയത്. പ്രദീപിന്റെ ഏറ്റവും വീക്കസ്റ്റ് ആണ്, പക്ഷെ കോമഡി കുറവാണ്. ലാസ്റ്റ് ക്ലൈമാക്സ് ഒക്കെ കൊള്ളാം, നല്ലൊരു മെസ്സേജ് ഉണ്ട്. തമിഴ്നാട്ടിൽ ഹിറ്റ് ആകുമായിരിക്കും, പക്ഷെ എനിക്ക് ബാക്കി 3 പടങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും ഡൗൺ ആയിട്ട് തോന്നി. ഫസ്റ്റ് ഹാഫിന്റെ പകുതി വരെ ഭയങ്കര ഒട്ടും കണ്ടിരിക്കാൻ പറ്റില്ല. അതിനുശേഷം പിന്നെ നമുക്ക് ഇതായി വരുന്നുണ്ട്. അടിക്കുമായിരിക്കും, അവിടെ പൊതുവെ അടിക്കാറുണ്ടല്ലോ. സോ കൊള്ളാം, നല്ല പടമായിരുന്നു. അഭിനയം അടിപൊളിയായിരുന്നു. എസ് ടി സൂര്യയുടെ പ്രദീപിന്റെ അഭിനയം കൊള്ളാം. എനിക്ക് ആക്ച്വലി ഒരു ആവറേജ് എക്സ്പീരിയൻസാണ്. പക്ഷേ ഇതിലെ കോമഡി സീൻസും ഇതിലെ മ്യൂസിക്കും ഇത് രണ്ടും ഭയങ്കരമായിട്ട് വർക്കായി. അത് രണ്ടും മാത്രമുണ്ട്. പിന്നെ ഇമോഷൻസ് അങ്ങനെ ഭയങ്കരമായിട്ട് കൺവേ ആയില്ല. ഭയങ്കര വീക്കായിരുന്നു ഇമോഷൻസിൻ്റെ കേസ്. പക്ഷേ അതർവൈസ് നോക്കുമ്പം പടം ലെങ്ത് കൂടിപ്പോയി. അതൊരു ഇഷ്യൂ ആയിട്ട് തോന്നി. അല്ലാതെ കുഴപ്പമില്ല, കണ്ടുകൊണ്ടിരിക്കുക. ഒരു ആവറേജ് എക്സ്പീരിയൻസ്. എനിക്ക് ആക്ച്വലി ഡ്യൂഡ് ഇഷ്ടപ്പെട്ടത് കൂടുതൽ പേഴ്സണൽ ഒപ്പീനിയൻ. പിന്നെ അല്ലാതെ ഇതിലൊരു പടത്തിലൊരു 4-5 പ്രാവശ്യം ഒരു ഗ്ലിച്ച് വന്നായിരുന്നു. അത് തിയേറ്ററിൻ്റെ ഇഷ്യൂ ആണോ, പ്രൊജക്ടറിൻ്റെ ഇഷ്യൂ ആണോ, അതോ മൂവിയുടെ എഡിറ്റിങ്ങിൻ്റെ ഇഷ്യൂ ആണോ എന്ന് അറിഞ്ഞിട്ട് ഒരു 4-5 അതൊന്ന് ഒരു എഡിറ്റിങ്ങിൻ്റെ ഇഷ്യൂ ആണെങ്കിൽ ഒന്ന് കറക്റ്റ് ആക്കാൻ നോക്കിയേക്കും ഇനിയുള്ള ഷോയ്സ്. 100 കോടിക്കുള്ള ചാൻസ് ഉണ്ടായിരുന്നു. അത് എനിക്ക് പറയാൻ പറ്റില്ല. ഒരു 50 കോടി എന്തായാലും പോവും, കാരണം അതിനുള്ള കണ്ടന്റ് ഉണ്ട്. അതർവൈസ് നോക്കുമ്പം ഒരു ആവറേജ് എക്സ്പീരിയൻസ് എല്ലാവർക്കും ഒരു ആവറേജ് എക്സ്പീരിയൻസ് കിട്ടും. കൂടുതലും അടിപൊളിയായിരുന്നു. വെറൈറ്റി പടമാണ്. ലവ് സീൻസൊക്കെ അടിപൊളിയായിരുന്നു. റൊമാൻസ് എല്ലാം പക്കയായിരുന്നു. പിന്നെ എൻ്റെ ഇതാണ് മെയിനായിട്ട് എൻ്റെ സീനിയർ കൊണ്ടുവന്നത്. അങ്ങനെ വെച്ച് കമ്പയർ ചെയ്യാനായിട്ട് വിക്കിയുടെ പടമാണ്. എന്ന് വെച്ചാൽ വിഘ്നേശ്വരൻ്റെ ആ ഒരു ഇതറിയാമല്ലോ. അപ്പോൾ അതിനനുസരിച്ച് അടിപൊളിയായിരുന്നു. കണ്ടിരിക്കാനുള്ളതുണ്ട്, കുഴപ്പമില്ല. പഴയ സോങ്സ് അടിപൊളിയായിരുന്നു. മൊത്തത്തിൽ ഒരു എൻ്റർടൈൻമെൻ്റ് ആണ്. എല്ലാ അഡീഷനാണ്. പടം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ സത്യം പറഞ്ഞാൽ തീരെ മോശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡൂഡ് ബാക്കിയുള്ള സിനിമകൾ വെച്ച് നോക്കുമ്പോഴത്തേക്ക് പ്രദീപ് ആസ് യൂഷ്വൽ സെയിം എല്ലാ പടത്തിൽ എന്താണോ അതുപോലത്തെ ക്രിഞ്ച് ടൈപ്പും കാര്യങ്ങളൊക്കെ തന്നെയാണ്. അല്ലാതെ നോക്കുമ്പോഴത്തേക്കും പടത്തിൽ നോക്കുമ്പോഴത്തേക്കും ഒന്നുമില്ല. ഒരു സയൻസ് ആ സംഭവം കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നുണ്ടെങ്കിലും ആ ഒരു ഫീലൊന്നും നമുക്ക് വരുന്നില്ല. മുമ്പത്തെ പ്രദീപ് പടങ്ങളിലൊക്കെ വരുമ്പോഴത്തേക്കും ഒരു എൻ്റർടൈൻമെൻറ്റ് ഫാക്ടർ നമുക്ക് കിട്ടുന്നുണ്ട്. പക്ഷേ ഈ പടത്തിൽ വരുമ്പോൾ അങ്ങനെ ഒന്നുമില്ല. ഒരു വെറൈറ്റി സംഭവം പോലെ ഒരു കുറച്ച് മെസ്സേജും കാര്യങ്ങളൊക്കെ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ച് എന്നിരുന്നാൽ പോലെ നമുക്കതൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയില്ല. ഫസ്റ്റ് ഹാഫിനേക്കാൾ ബെറ്റർ സെക്കൻഡ് ഹാഫ് എന്ന് തോന്നുന്നു. അനിരുദ്ധിൻ്റെ പാട്ടുകൾ ഒഴിച്ച് നിർത്തി കഴിഞ്ഞാൽ വെറും മോശമാണ്. ഒരു 2 പടം ഹിറ്റായിരുന്നു പൊക്കി പിടിച്ചുകൊണ്ട് നടക്കുന്ന 4-3-7 ഫാൻസ് പറയണത് കേട്ടിട്ടൊന്നും ഒരു കാര്യമില്ല. പടം വൈസ് നോക്കുമ്പോഴത്തേക്കും പ്രദീപിൻ്റെ ഡൂഡിൽ നിന്ന് വീണ്ടും താഴ്ചയിലായിട്ട് തന്നെയാണ് പോകുന്നത്. ശരിക്കും ഒരു 100 കോടി തുടർച്ച 100 കോടി എന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. ഇവിടെ എന്തായാലും 100% വീഴും. ആ ഒരു അവസ്ഥ തന്നെയാണ്. തമിഴ്നാട്ടിൽ വേറെ പടങ്ങളും കാര്യങ്ങളും ഇല്ലാത്തതുകൊണ്ട് പോയിരുന്നാലും ആ ഡൂഡ് പോലെ ഒരു ഹൈപ്പും കാര്യങ്ങളും ക്രിയേറ്റ് ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല. അതുകൊണ്ട് എന്തായാലും 100 കോടിയൊന്നും കിട്ടത്തില്ല എന്ന് തന്നെയാണ് പ്രതീക്ഷ. പിന്നെ അവരുടെ പടങ്ങളില്ലാത്തതുകൊണ്ടും നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പം നല്ല പടങ്ങൾക്കല്ലല്ലോ 100 കോടി എന്ന് പറഞ്ഞ ഫാക്ടർ വരുന്നത്. പ്രത്യേകിച്ച് പ്രദീപ് PR വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഫാൻസ് ഉണ്ടെന്ന് പറഞ്ഞ് സ്വന്തം PRനെ തന്നെ ഫാൻസാക്കി മാറ്റി പൈസ കൊടുത്ത് ഫ്ലെക്സ് കാര്യങ്ങൾ വെച്ചുകൊണ്ട് നടക്കുന്ന സമയത്ത് അവിടെ അതുപോലെ PR വെച്ച് കുറേ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാവുക. അതുകൊണ്ട് ഈ 100 കോടി എന്നുള്ള 100 കോടി കിട്ടാൻ ഒരു അർഹതയില്ലാത്തൊരു സിനിമ തന്നെയാണ് എനിക്ക് തോന്നുന്നത്.